ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഉത്ഗ്രഥനം രണ്ടാം ദിവസത്തിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഓണ പരീക്ഷയ്ക്ക് ഇതുപോലെയുള്ള പാറ്റേണിലായിരിക്കും ഉത്ഗ്രഥനം രണ്ടാം ദിവസത്തിലെ ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്, അതായത് ഉദ്ഗ്രഥനം 1. അപ്പോൾ എല്ലാ കൂട്ടുകാരും അത് നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേണിൽ തന്നെയായിരുന്നു ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ. അപ്പോൾ 5 പ്രവർത്തനങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ അത് താഴെ പോയി കാണുക, അതായത് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ദെൻ നമുക്കിതിൽ പറയുന്നത്, അതായത് പ്രവർത്തനം 6 മുതൽ 10 വരെയാണ് ഇതിലുണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേരൊക്കെ എഴുതുക. അതിനുശേഷം അവിടെ പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതായത് കടങ്കഥ, മാതൃക പേപ്പർ, ക്രമപ്പെടുത്താം, പ്രാധാന്യം അറിയാം, തൊഴിലുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പോൾ നിർദ്ദേശങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനെയും ഉത്തരങ്ങൾ നമ്മൾ എഴുതണം. അപ്പോൾ പ്രവർത്തനം 6 കടങ്കഥ. അപ്പോൾ ഇവിടെ കടങ്കഥക്ക് അനുയോജ്യമായ ഉത്തരം എഴുതി യോജിപ്പിക്കും. അതായത് ഓരോ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പേര് എഴുതുക താഴെ. അതിനുശേഷം അതായത് ഇടത് ഭാഗത്ത്, അതായത് ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ഓരോ കൊടുത്തിട്ടുണ്ട്, കടങ്കഥ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏതാണ് ഉത്തരം അതിന് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരുപാട് കടങ്കഥകളൊക്കെ നമ്മൾ പാഠഭാഗം പഠിച്ചപ്പോൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്കിത് വായിച്ചു നോക്കാം. ഒന്നാമത്തേത്, ആകാശത്ത് ഒരു പാട്ട്, മണ്ണിൽ ഒരു തണുപ്പ്, ഇലകളിൽ നൃത്തം. എന്താണ്? മഴയാണ്. ആ മഴ എന്ന് വരുന്നത് രണ്ടാമത്തേതാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് വരച്ച് ചേർക്കാം. രണ്ടാമത്തേത്, പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം. അതേതാണ്? നമ്മൾ കേട്ടിട്ടുള്ളത് ചീരയാണ്. അപ്പോൾ ചീരയുടെ അങ്ങോട്ട് അവിടെ ചീര എന്ന് എഴുതുകയും അങ്ങോട്ട് വരക്കുകയും ചെയ്യാം. അടിപ്പാറ, നടുവടി, മേലേക്കുട. ഏതാണ്? ചേനയാണ്. അപ്പോൾ നമുക്ക് ചേനയുടെ അവിടേക്ക് എഴുതാം. 1000 തത്തയ്ക്ക് ഒരു കൊക്ക്. ആരാണ്? വാഴക്കുലയാണ്. അപ്പോൾ വാഴക്കുലയുടെ അവിടേക്ക് അങ്ങനെ വരക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ എന്ന് പറയുന്നത്. അവിടെ എഴുതുകയും അതുപോലെ തന്നെ വരച്ച് യോജിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ ആ പ്രവർത്തനത്തിൽ അടുത്തതാണ്, മഞ്ഞൾ ഉത്തരം വരുന്ന ഒരു കടങ്കഥ എഴുതും. അപ്പോൾ നമുക്ക് ഉത്തരം മഞ്ഞൾ കിട്ടണം. അപ്പോൾ കുന്നിൻ കീഴിൽ കിഴങ്ങായി, കൂടാരത്തിനുള്ളിൽ പൊടിയായി, കൈ തൊട്ടാൽ മഞ്ഞായി. ഉത്തരം മഞ്ഞൾ. അതുപോലെ പൊടിച്ചാൽ മണം, തേച്ചാൽ നിറം, കറിയിൽ വേണം, ആരാണ് ഞാൻ. ഉത്തരം മഞ്ഞൾ. അപ്പോൾ നിങ്ങൾ ഈ കടങ്കഥ രൂപത്തിലുള്ള കുറച്ച് കടങ്കഥകളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം നാളത്തെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ദെൻ പ്രവർത്തനം 7 ക്രമപ്പെടുത്താമെന്നതാണ്. നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളാണ് താഴെ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. ഈ ഘട്ടങ്ങളെ ക്രമപ്പെടുത്തി എഴുതും. അതായത് ഇവിടെ 5 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം ഏതാ ചിത്രമാണ് വരിക അത് എഴുതുകയാണ് വേണ്ടത്. അതുപോലെ അവസാനം ഏതാ വരിക, അങ്ങനെ ക്രമപ്പെടുത്തിയിട്ട് എഴുതാനാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചിത്രം ഞാറ് നടുന്നതാണ് കാണുന്നത്. ദെൻ അടുത്തത് നിലം ഒരുക്കുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിത്ത് വിതയ്ക്കുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നെല്ല് വേർതിരിക്കൽ, അതുപോലെ തന്നെ നെല്ല് കൊയ്യൽ എന്നിവയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതാണ് ആദ്യം? നമ്മൾ ഇതുപോലുള്ള ഒരു പ്രവർത്തനം നമ്മൾ ചെയ്തിട്ടുള്ളതാണ് പാഠഭാഗത്ത്. അപ്പോൾ നമുക്കിതിൻ്റെ ഉത്തരം നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, ക്രമപ്പെടുത്തി എഴുതുമ്പോൾ ആ ചിത്രത്തെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും. ഒന്നാമത്തേത് നിലമൊരുക്കൽ, 2 വിത്ത് വിതയ്ക്കൽ, 3 ഞാറ് നടൽ, 4 നെല്ല് കൊയ്യൽ, 5 നെല്ല് വേർതിരിക്കൽ. അടുത്തതാണ് പ്രവർത്തനം 8 പ്രാധാന്യം അറിയാം എന്നതാണ്. അതിലെ ചോദ്യം എന്ന് പറയുന്നത് വരച്ച് യോജിപ്പിക്കാം എന്നതാണ്. താഴെ കൊടുത്ത ദിനങ്ങളുടെ പ്രാധാന്യങ്ങൾക്ക് അനുയോജ്യമായവയിലേക്ക് വരച്ച് യോജിപ്പിക്കും. അതായത് ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഓരോ ദിവസങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനോട് യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ദിവസങ്ങളൊക്കെ അറിയുന്നുണ്ടാകും. ഓഗസ്റ്റ് 15, ഒക്ടോബർ 2, ജനുവരി 26, ജനുവരി 30. നോക്കാം. ഓഗസ്റ്റ് 15 എന്താണ്? ഗാന്ധി ജയന്തി, റിപ്പബ്ലിക് ദിനം, രക്തസാക്ഷി ദിനം, സ്വാതന്ത്ര്യ ദിനം. നമുക്കറിയാം ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമാണ്. അപ്പം അങ്ങോട്ട് വരച്ച് ചേർക്കുക. ഒക്ടോബർ 2 എന്താണ്? നമുക്കറിയാം ഗാന്ധി ജയന്തിയാണ്. അപ്പം അങ്ങോട്ട് വരക്കുക. ദെൻ ജനുവരി 26 റിപ്പബ്ലിക് ദിനമാണ്. അപ്പം അങ്ങോട്ട് വരക്കുക. ജനുവരി 30 രക്തസാക്ഷി ദിനം. അപ്പം അങ്ങോട്ട് വരക്കുക. അപ്പം ഇങ്ങനെയാണ് വരച്ച് യോജിപ്പിക്കേണ്ടത്. അപ്പം നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നാളത്തെ പരീക്ഷയ്ക്ക് പോകാൻ. ഇനി അതിലെ ബി ചോദ്യം, ചിത്രത്തിൽ ആര്? താഴെ കൊടുത്ത
ചിത്രം നോക്കൂ, ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം എഴുതും. അതായത് ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള വ്യക്തി ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാകും, ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു നമ്മുടെ സ്വാതന്ത്ര്യ സമര നായകൻ ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. കുട്ടികളെ അദ്ദേഹം വളരെയധികം സ്നേഹിച്ചിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാച്ചി എന്ന് വിളിക്കാറുണ്ടായിരുന്നു. കുട്ടികളുടെ ദിനം നവംബർ 14 നെഹ്റുവിൻ്റെ ജന്മദിനം ആയതിനാലാണ് ആഘോഷിക്കുന്നത്. കുട്ടികൾ പഠിക്കണം, വളരണം, നല്ല പൗരന്മാരാകണം എന്നും അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ മോഡലൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. അപ്പോൾ ഇതുപോലുള്ള പാറ്റേണിലായിരിക്കും നാളത്തെ പരീക്ഷ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. പ്രവർത്തനം 9 പോസ്റ്റർ തയ്യാറാക്കാം എന്നതാണ്. ചോദ്യം, ചിത്രം നോക്കി പോസ്റ്റർ വാക്യം തയ്യാറാക്കും. അപ്പോൾ ഇവിടെ എന്താണ്? ആകെ മലിനമായി കിടക്കുന്ന പരിസ്ഥിതിയെയും അതുപോലെ തന്നെ ആകെ മാലിന്യങ്ങൾ കൊണ്ട് കൂമ്പാരമായിട്ടുള്ള ചിത്രമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് മനസ്സിലായപ്പോൾ, ഈ ചിത്രം നോക്കിയപ്പോൾ എന്ത് കാര്യമാണ് ഓർമ്മ വന്നത്? അതൊരു പോസ്റ്റർ വാക്യമായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു സാമൂഹിക വിപത്ത്, പ്രകൃതിയെ സംരക്ഷിക്കാം നല്ല നാളേക്കായി, പരിസ്ഥിതി ചൂഷണം ജീവന്റെ നാശമാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. അതിലെ ബി ചോദ്യം എന്ന് പറയുന്നത് ജലസ്രോതസ്സുകൾ മലിനമാകുന്നതിനെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ ഞാനിവിടെ പോസ്റ്റർ വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാക്യങ്ങൾ, അതായത് ജലം നമ്മുടെ ജീവൻ്റെ ഉറവിടം, ശുദ്ധജലം കിട്ടിയാൽ മാത്രമേ ആരോഗ്യം നിലനിൽക്കൂ, ജലം സംരക്ഷിക്കൂ, ജീവനെ സംരക്ഷിക്കൂ, അങ്ങനെ നമ്മൾ കുറച്ച് വാക്യങ്ങൾ എഴുതുക. അതിനുശേഷം നിങ്ങൾ വരക്കുക. അതായത് ജലസ്രോതസ്സുകൾ മലിനമാകുന്നതിനെതിരെ, അപ്പോൾ വെള്ളം വെറുതെ ാക്കി കളയുന്നതിൻ്റെ ചിത്രം വരക്കുക. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചിത്രങ്ങൾ വരക്കുക, എന്നിട്ടൊരു ബോക്സിലാക്കുക. അങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കൂട്ടുകാർ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. അവസാനത്തെ പ്രവർത്തനമാണ് പ്രവർത്തനം 10 തൊഴിലുകൾ. ചോദ്യം, താഴെ കൊടുത്ത തൊഴിലുപകരണങ്ങളുടെ പേരെഴുതുക. എന്താണ്? നിങ്ങളിതെല്ലാവരും കണ്ടിട്ടുണ്ടാകാം ആ 2 ചിത്രങ്ങളും. അപ്പോൾ ഒന്നാമത്തേത് എന്ന് പറയുന്നത് അരിവാളാണ്. അപ്പോൾ നിങ്ങൾ അരിവാൾ എന്ന് എഴുതുക. രണ്ടാമത്തേത് എന്താണ്? തൂമ്പ എന്ന് പറയും, ചിലയിടത്ത് കൈക്കോട്ട് എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങളവിടെ എന്താണ് പറയുന്നത്, നിങ്ങൾക്ക് അറിയുന്ന പേര് അവിടെ എഴുതുക. അപ്പോൾ അരിവാൾ, തൂമ്പ. അതിലെ ബി ചോദ്യം നോക്കാം. ചിത്രം നോക്കി തൊഴിൽ ഏതാണെന്ന് എഴുതുക. അപ്പോൾ അവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം മനസ്സിലാക്കിയിട്ട് അത് ഏത് തൊഴിലാണെന്ന് നിങ്ങളവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചിത്രം എന്താണ്? ഒന്നാമത്തേത് ഡ്രൈവറാണ്, അതായത് വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ ഡ്രൈവർ എന്ന് എഴുതുക. രണ്ടാമത്തേത് എന്താണ്? ഒരു പൈലറ്റിനെയാണ് കാണുന്നത്. അപ്പോൾ പൈലറ്റ് എന്ന് എഴുതുക. മൂന്നാമത്തേത് ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ എന്ന് എഴുതുക. നാലാമത്തേത് ആശാരിയാണ്. അപ്പോൾ മരമൊക്കെ, അതായത് ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന, ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്ന വ്യക്തി ആശാരി. അപ്പോൾ അങ്ങനെ അവിടെ എഴുതുക. അപ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ചോദ്യങ്ങളാണ് ഒരു മോഡലായിട്ട് ഓണപരീക്ഷയുടെ ഉദ്ഗ്രഥനം 2ാം ദിവസത്തിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. ക്വസ്റ്റ്യൻ പാറ്റേൺ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പാറ്റേണിലായിരിക്കും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.